ഇന്ന് കേരളീയർ, മലയാളികൾ, ഭാരതീയർ, ഹിന്ദുക്കൾ മറക്കാൻ പാടില്ലാത്ത ഒരു ദിവസം. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടില്ല. സ്ത്രീകളുടെ നെറ്റിയിൽ സിന്ദൂരമുണ്ടോ എന്ന് നോക്കിയില്ല. ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ പഹൽഗാമിൽ നടന്നതിൽ നിന്ന് എന്തു വ്യത്യാസമാണ് മാറാട് നടന്നത്? പഹൽഗാമിൽ തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക്, ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്തവർക്ക് ഒത്താശ ചെയ്തവരെ, സഹായിച്ചവരെ, രക്ഷപ്പെടാൻ സഹായിച്ചവരെ തേടിപ്പിടിച്ച് നടത്തിയ അന്വേഷണവും ശിക്ഷയും അർഹിക്കുന്ന പലരും ഇന്ന് ഈ മാറാട് ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നവർ ഇന്നും വിലസുന്നു. തുടരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. വീണ്ടും അടുത്ത കസേര നോക്കി ഇന്ന് സ്വപ്നം കാണുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി റൈറ്റ് സൈഡിലേക്ക് സ്വാഗതം. ശ്യാം ഗൗതം രഞ്ജിത്ത്. മറ്റ് വാദങ്ങളെല്ലാം ഒഴിച്ചു നിർത്തി, മറ്റാക്ഷേപങ്ങളും ആരോപണങ്ങളും ഒഴിച്ചു നിർത്തി ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ആദ്യം പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞത്, രേഖപ്പെടുത്തിയത് വിശ്വ ഹിന്ദു പരിഷത്തല്ല, ഹിന്ദു ഐക്യവേദിയുമല്ല, BJPയുമല്ല, ജസ്റ്റിസ് തോമസ് പി ജോസഫ് എന്ന ജുഡീഷ്യൽ കമ്മീഷൻ. ആ റിപ്പോർട്ടിന്റെ ഏതാനും പോയിന്റുകൾ മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ചർച്ച ആരംഭിക്കാം. വ്യക്തമായ ഗൂഢാലോചനയുടെയും ആസൂത്രണത്തിന്റെയും ഫലമായിരുന്നു മാറാട് കൂട്ടക്കൊല അഥവാ ഭീകരാക്രമണം. മാറാട് ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും NDF-ന്റെ നേതാക്കൾ, ഗൂഢാലോചനയിലും നടത്തിപ്പിലും പങ്കുണ്ടായിരുന്നവർ. 1996 ശേഷമുള്ള സർക്കാരുകൾ മതമൗലികവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും വളർച്ച തടയുന്നതിൽ പരാജയപ്പെട്ടു. ഇതും വർഗീയ സംഘർഷങ്ങൾക്ക് കാരണമായി. അന്നത്തെ ജില്ലാ കളക്ടർ TO സൂരജ്, കമ്മീഷണർ സഞ്ജീവ് കുമാർ പട്ജോഷി എന്നിവർക്ക് ഭരണപരവും പോലീസിന്റേതുമായ വീഴ്ചകളിൽ ഉത്തരവാദിത്വമുണ്ട്. ദീർഘനാളത്തെ ഗൂഢാലോചന, അതിനുശേഷം കുടുംബാംഗങ്ങൾ, മുസ്ലിം കുടുംബാംഗങ്ങൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഒന്നാകെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂത്രത്തിൽ പ്ലാസ്റ്റിക് പൊതികളിലാക്കി കടത്തുന്നു, നാടുവിടുന്നു, ബന്ധുക്കളെ സന്ദർശിക്കാൻ എന്നുള്ള മട്ടിൽ. അതിനുശേഷമാണ് ഈ കൂട്ടക്കൊല, ഈ ഭീകരാക്രമണം നടന്നത്. ആസൂത്രണത്തിനും ഗൂഢാലോചനയ്ക്കും മറ്റെന്ത് തെളിവാണ് വേണ്ടത്?